പൂർണ്ണസമയ സുവിശേഷകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് ഈപ്പൻ ക്രിസ്തീയ വിശ്വാസികളെ എല്ലാ രംഗത്തും സർക്കാർ അവഗണിക്കുകയാണെന്നും ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് സർക്കാരിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നിന്ന് ആരംഭിച്ച ക്രൈസ്തവ അവകാശ സംരക്ഷണ നീതിയാത്രയ്ക്ക് കൊട്ടാരക്കരയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ക്രൈസ്തവ സഭകളിലെ പൂർണ്ണസമയ സുവിശേഷകർക്കായി മദ്രസ അധ്യാപകർക്ക് നൽകിയ മാതൃകയിൽ ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് ഈപ്പൻ പറഞ്ഞു. മതം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധിയുള്ളപ്പോൾ അതേ തൊഴിൽ ചെയ്യുന്ന ക്രൈസ്തവ സുവിശേഷകരെ മാത്രം ഒഴിവാക്കുന്നത് ഈ വിഭാഗത്തോട് സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്ക് ഉദാഹരണമാണെന്നും ആഞ്ഞടിച്ചു. അതേസമയം പാലോളി കമ്മീഷൻ നൽകിയ ശുപാർശകൾ 3 മാസത്തിനകം നടപ്പാക്കാൻ തിടുക്കം കാട്ടിയ സർക്കാർ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 1 വർഷമായി പൂഴ്ത്തിവച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തോട് കാട്ടുന്ന അനീതിയാണെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നിന്നാരംഭിച്ച ക്രൈസ്തവ അവകാശ സംരക്ഷണ നീതിയാത്രയ്ക്ക് കൊട്ടാരക്കരയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് ഈപ്പൻ. ഒരു പന്തിയിൽ 2 വിളമ്പ് സർക്കാരിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കണം. ക്രിസ്തീയ വിശ്വാസികളെ എല്ലാ രംഗത്തും സർക്കാർ അവഗണിക്കുകയാണ്. ഈ അവഗണന ഏറെ നാൾ തുടരാൻ കഴിയില്ലെന്നും അതിന് തെളിവാണ് നീതിയാത്രയ്ക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യതയെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് പ്രമോദ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ്, KCC ക്ലർജി കമ്മീഷൻ ചെയർമാൻ റെവറൻഡ് AR നോബിൾ, റെവറൻഡ് ഹെൻറി B. ദാവിദ്, KCC മുൻ ട്രഷറർ റെവറൻഡ് LG പവിത്ര സിംഗ്, CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവക വൈദിക സെക്രട്ടറി റെവറൻഡ് ജോസ് ജോർജ്, KCC ദലിത് കമ്മീഷൻ കൺവീനർ റെവറൻഡ് ബിജി എബ്രഹാം, KCC ജില്ലാ കൺവീനർ റെവറൻഡ് പോൾ ഡേവിഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 9 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് നീതിയാത്ര നടക്കുന്നത്. ഷെഗ്യാന ന്യൂസ്, കൊല്ലം.